ഹലോ ഫ്രണ്ട്സ്, നമുക്കൊന്ന് ചെടിക്കൊക്കെ ഒന്ന് വളം ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിത് ഈ ഒരു ബോക്സ് നിറയെ മുട്ടത്തോടാണ് നല്ല ഉണക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനി ഒന്ന് മിക്സിയിൽ പൊടിച്ചിട്ട് അതും നമുക്ക് എല്ലുപൊടിയും പിന്നെ DAPയും ചാണകപ്പൊടിയും എല്ലാം കൂടി ചേർത്തൊന്ന് എല്ലാ ചെടിക്കും ഇട്ട് കൊടുക്കാം. താമരയ്ക്കല്ല, സാധാ ചെടികൾക്ക് കുറച്ച് നാളായി ഞാൻ ഇട്ട് കൊടുത്തിട്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പൊടിച്ചാലും മതി, പക്ഷേ എനിക്കിഷ്ടം മിക്സിയിൽ പൊടിച്ചിട്ട് പൗഡർ പോലെ ആക്കി ഇടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ചെടിക്ക് പെട്ടെന്ന് അതിൻ്റെ ബെനിഫിറ്റ് അതിനകത്ത് കിട്ടും. അതിനകത്ത് പെട്ടെന്ന് അതിൻ്റെ വളർച്ചയ്ക്കും എല്ലാം നല്ലതാണിത്. അപ്പോൾ പെട്ടെന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ ഒത്തിരി ഉണ്ട്, അപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് ഇട്ട് അടിച്ചെടുത്താലേ പറ്റത്തുള്ളൂ. ഒത്തിരി ഉണ്ടത്, ഒത്തിരി നാളായി കേട്ടോ ഞാൻ കൂട്ടി വയ്ക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ടത്തോട് എടുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് മിക്സിയിലിട്ട്. അപ്പോൾ ഇത്രയാണ് കിട്ടിയത്. എത്രയോ ഒരു ബോക്സോളം ഉള്ളതാണ്, ഇത്രയാണ് കിട്ടിയത് നമുക്ക്. പിന്നെ ഇത് എല്ലുപൊടി, ഇത് DAP, ഇത് ചാണകപ്പൊടി. ചാണകപ്പൊടി തീർന്നിരിക്കുമായിരുന്നു, ഞാൻ ഇന്നലെയാണ് വാങ്ങിയത്. അപ്പം നമുക്ക് ആദ്യം ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കുറേശ്ശെ ഒരു ബക്കറ്റിലാക്കി കൊണ്ട് എല്ലാ ചെടിയുടെയും മൂട്ടിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ല ഉണങ്ങിയ ചാണകപ്പൊടിയാണ്, പക്ഷേ ഇച്ചിരി ഇങ്ങനെ കട്ടയായിരിക്കും. അവരിങ്ങനെ പിച്ച് ഇങ്ങനെ ഇട്ട് നുള്ളി ഇട്ട് അങ്ങനെ എടുക്കുന്ന ആ ചാണകപ്പൊടിയാണ്. നല്ല ഉണക്കയാണ്, എത്ര കാലം വേണോ നമുക്ക് ഇരിക്കും. അങ്ങനെയാണ് ഞാൻ വാങ്ങുന്നത്. ഒത്തിരി ചെടിയുണ്ട് ഇടാനായിട്ട്, ഇത്തിരി തന്നെ തികയുമെന്ന് അറിയില്ല. ഇല്ലെങ്കിൽ പിന്നെ അടുത്തത് ഒന്നുകൂടെ നമ്മൾ ചെയ്യേണ്ടി വരും. പിന്നെ എല്ലുപൊടിയൊക്കെ നമുക്ക് കുറച്ചിട്ടാൽ മതി കേട്ടോ. ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കാം. എല്ലുപൊടിയൊക്കെ ഭയങ്കര ചൂടാണ്, അപ്പം നമ്മളെ ചെടിക്ക് കേട് വരും. അതുകൊണ്ട് കുറച്ച് മതി. അതുപോലെ തന്നെ DAPയും കുറച്ചിട്ടാൽ മതി. അതെല്ലാം ചെടിക്ക് കേടുള്ള സാധനങ്ങളാണ് കൂടിപ്പോയാൽ. അതുകൊണ്ട് ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ, മതി. പിന്നെ ഈ പൊടി കുറച്ച് വെച്ചേക്കാം. തികഞ്ഞില്ലെങ്കിൽ പിന്നെ അടുത്ത രണ്ടാമതും നമുക്ക് എടുക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ മുട്ടത്തോട് കുറച്ചേ ഞാൻ എടുക്കുന്നുള്ളൂ. ഇനി നമ്മുടെ താമരയ്ക്കും വളം വയ്ക്കാറായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞ് വളം വയ്ക്കാമെന്ന് വെച്ചാൽ, എനിക്ക് ട്യൂബർ ആകാത്തത് ഈ വളം കൊടുക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല. എപ്പോഴും ഫ്ലവർ വന്നുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ താമരയ്ക്ക് പിന്നീട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതിന് സാധാ പ്ലാന്റിന് ഒത്തിരി നാളായി കേട്ടോ ഞാൻ വളം കൊടുത്തിട്ട്. ചുമ്മാ എന്നും വെള്ളം മാത്രം തന്നെയാണ് കൂടുതലും ഞാൻ ഉപയോഗിക്കാറുള്ളതെന്ന് തോന്നുന്നു. വളം കൊടുത്തിട്ട് ഒത്തിരി നാളായി സാധാ ചെടിക്ക്. അപ്പം നമുക്ക് ഇത്രയും മതി കേട്ടോ മുട്ടത്തോട്. അപ്പോൾ ഇത്രയും അങ്ങനെ പൊതിഞ്ഞ് വെച്ചേക്കാം. ഇത് തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും എനിക്ക് എടുക്കേണ്ടി വരും. ചുറ്റുപാടും ചെടി ഇരിക്കുകയല്ലേ, എല്ലാത്തിലും വേണം. അപ്പോൾ തികയത്തില്ല എന്തായാലും. അപ്പം നമുക്ക് ഇതെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. എല്ലാ സൈഡിലും ഇതാകണമല്ലോ. അപ്പം അങ്ങനെ ഒന്ന് എല്ലാം മിക്സാക്കി കൊടുക്കാം. അപ്പം ചാണകപ്പൊടി എടുത്ത് ബക്കറ്റിൽ കൊണ്ട് മേളിൽ വന്നിട്ടുണ്ട്. ഇനി ഓരോ ചെടിക്കായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ മേളിൽ ഇപ്പോൾ ചെണ്ടുമല്ലിയാണ് കൂടുതലായിട്ടും ഉള്ളത്. അപ്പം എല്ലാത്തിലും നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. മൊബൈലും ഇതും കൂടെ ആയിട്ട് നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പം എല്ലാത്തിലും ഇട്ടിട്ട് കാണിച്ചു തരാം. അപ്പം നമ്മൾ മിക്കവാറും എല്ലാ ചെടിക്കും ഇട്ട് കൊടുത്തു. ഇനി താഴെയൊക്കെയാണ് നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഉള്ളത്. അപ്പോൾ ഇത്രയും തന്നെയാണ് എൻ്റെ വീഡിയോ. ഇന്നിപ്പം എല്ലാം വളം കൊടുക്കുന്ന ജോലിയാണ്. ഇനിയിപ്പം ഇതിട്ട് കഴിഞ്ഞ് വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട് ചെടിക്ക്. അപ്പോൾ അതും കൂടെ ആകുമ്പോൾ നല്ല മിക്സിങ് ആയിക്കൊള്ളുമല്ലോ. അതുകൊണ്ട് ചെടിക്ക് വെള്ളം ഒഴിച്ചില്ല, നല്ല വെയിലായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും തന്നെയാണ് എൻ്റെ വീഡിയോ. എൻ്റെ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു. അപ്പം നമ്മൾ എല്ലാത്തിനും വളമിട്ട് എല്ലാ ചെടിക്കും വെള്ളം ഒഴിച്ച്, നല്ല വെയിലാണ്. ഇപ്പോൾ 2-3 ദിവസം കൊണ്ട് ഈ വെയിൽ സമയത്താണ് എനിക്ക് ചെടിക്ക് വെള്ളം ഒഴിക്കാനും എല്ലാം പറ്റുന്നത്. ഭയങ്കര വെയിലെന്ന് വെച്ചാൽ ഭയങ്കര വെയിലാണ്. അപ്പോൾ ഈ മുകളിലത്തെ പരിപാടി മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. താഴെ ഒന്നിന് ഞാൻ
വെള്ളം ഒഴിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, വളവും ഇട്ടിട്ടില്ല. അപ്പം ഇവിടത്തെ പണി ഇപ്പം കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി കിതയ്ക്കുന്നുണ്ട് കേട്ടോ. സ്റ്റെപ്പ് 3-4 പ്രാവശ്യമൊക്കെ കയറി ഇറങ്ങുമ്പോഴത്തേക്കും എനിക്ക് ശ്വാസം മുട്ടലൊക്കെ ഉള്ളതാണ്. അപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അതൊന്നും കണക്കാക്കാതെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.